വെൽക്കം ടു കോയ കോളിംഗ്. യെസ്, അതെ, നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ കോയ കോളിംഗ്. ഹലോ. ഹലോ. യാ, പറഞ്ഞോളൂ. കോയ കോളിംഗ് അല്ലേ? അതെ. ഞാൻ ഈ CJP കാര്യം പറയാനാണ് വിളിച്ചത്. എനിക്ക് നിങ്ങൾ ഈ പറയുന്ന ഈ ബാക്കി പാർട്ടീസിന്റെ കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് ഞാൻ പറയുന്നത്. പറഞ്ഞോളൂ. ആൻഡ് ഓൾസോ ഞാനൊരു മൈനറും കൂടിയാണ്. മൈനറാണ്? ഓ, എത്ര വയസ്സാ? 17. ഓക്കെ. നിങ്ങൾ ജെൻസി അല്ല, ഏതാണ്? ഞാൻ ജെൻസി ആണ്. ഞാൻ ഇതിനു മുമ്പും ഞാൻ കോയ കോളിംഗിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു, വിഷുവിന്റെ ഒരു എപ്പിസോഡിൽ. അന്ന് എത്ര വയസ്സായിരുന്നു? അന്നും 17. ഇതെന്താ മുന്നോട്ട് പോകാത്ത? കഴിഞ്ഞ വിഷുവിനാണ് വിളിച്ചതേളൂ. ഇപ്പൊ നടന്ന വിഷു. അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു. ഓക്കെ. അപ്പൊ ഇനി 18-ാം വയസ്സിലും വിളിക്കണം മേജറായിട്ട്. ഓക്കെ. എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം CJP പെട്ടെന്ന് ഒരു ഔട്ട്ബേസ്റ്റ് ഉണ്ടാക്കാൻ കാര്യം 2 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഈ റീനീറ്റിന്റെ പ്രശ്നമായിട്ട് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ട് നിൽപ്പുണ്ട്. ആൻഡ് ഓൾസോ ഈ CBSEയുടെ OSM മാർക്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പൊ നമ്മുടെ ഈ പാരന്റ്സും എല്ലാവരും ഏറ്റവും കൂടുതൽ ക്യാഷ് മുടക്കുന്നത് എന്ന് പറഞ്ഞ എഡ്യൂക്കേഷനാണ്. അതുകൊണ്ട് ഇപ്പൊ പാരന്റ്സ് ഒന്ന് മയപ്പെട്ട് നിന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇതിനെ പെട്ടെന്ന് കുട്ടികളിൽ എത്തിക്കാൻ പറ്റുക എന്ന് പറഞ്ഞ അങ്ങനെയാണ് ഇത് പെട്ടെന്ന് വന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതില് എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തെയും ഇതിന്റെ പുറകെ എന്തോ ഒരു വലിയ സംഭവം ഉണ്ട്. അതെനിക്ക് മനസ്സിലായി. ഇതിന്റെ പുറമെ പൊളിറ്റിക്കൽ ആണോ റിലീജിയസ് ആണോ ആയിട്ടുള്ള വലിയ സംഭവമാണോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു വലിയൊരു എന്താ പറയാ, ഒരു ചെയിൻ ഓഫ് നെറ്റ്വർക്ക് തന്നെ ഇതിന്റെ പുറകിലുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു? എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. കാര്യം ഞാൻ പറഞ്ഞു വന്നതിന്റെ ആകത്തുക യു ആർ സസ്പീഷ്യസ് ഓഫ് ദിസ് മൂവ്മെന്റ്, അതാണോ? കാര്യം ഇപ്പോഴത്തെ കുട്ടികൾ, അതായത് എന്റെ പ്രായത്തിലുള്ള കുട്ടികളെ എനിക്ക് നന്നായിട്ട് അറിയാലോ. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാല് മീഡിയ പ്ലേ എന്ന് പറയുന്ന ഒരു സംഭവത്തിന് ടീൻസിന്റെ ഇടയിൽ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും. കാര്യം എന്റെ ജനറേഷനിലുള്ള എല്ലാവരും ഓവർലി ക്രിട്ടിസൈസിങ് ആണ്, മോർ ദാൻ ക്രിട്ടിസൈസിങ്. ഇപ്പം സാറ് പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന എന്താ ഈ ഫ്രീ തിങ്കിങ്ങിന്റെ ഒക്കെ പ്രശ്നം അവിടെ വരുന്നുണ്ട്. ഫ്രീ തിങ്കിങ് പ്രശ്നമാണെന്നല്ല, അത് പറയേണ്ട രീതിയിൽ പറയണം, ഇല്ലെങ്കിൽ അത് സെൻസിറ്റീവ് ആവത്തില്ലേ? ഇപ്പം ഇവര് ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നത് ഈ ജെൻസി എന്നൊക്കെ വിളിക്കുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. ഉള്ള കാര്യം പറയാം, എനിക്കും വലിയ യോജിപ്പൊന്നുമില്ല. എന്താ കാരണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ നിങ്ങളുടെ ഈ പ്രായത്തില് അന്നത്തെ വിഷയങ്ങളിൽ ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ. ഞാനും ഈ പറയുന്ന പോലെ പല കാര്യങ്ങളിലും നമുക്ക് ഇപ്പോൾ ഈ പറയുന്ന മീൻസ് ഇപ്പോൾ 17, 18, 19 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കോളേജിൽ ഉണ്ടാവുന്നു, SFIയുടെ ആളായിരുന്നു. ഓക്കെ. അപ്പോൾ എന്താണോ ഇന്നത്തെ SFIക്കാർ പറയുന്നത് അത് തന്നെയാണ് അന്നും പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താണോ ഇന്നത്തെ പിള്ളേർ പറയുന്നത് അതേപോലെ തന്നെ വിഷയങ്ങളിൽ വ്യത്യാസമുണ്ട്. പക്ഷെ പറച്ചിലും നമ്മളുടെ ചോരത്തിളപ്പും അതൊക്കെ ഒരേമാതിരി തന്നെയാണ്. അതും ഒരേപോലെയാ. അപ്പം എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മള് റീൽസ് ഇപ്പൊ എടുത്തു നോക്കുകയാണെങ്കിലും ഞാൻ ഇൻസ്റ്റാഗ്രാം ആക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. ഓക്കെ. ഒരു കാര്യം ഒരൊറ്റ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇൻഫർമേഷൻ ഓവർലോഡ് ഉണ്ടായിരുന്നില്ല. ഓക്കെ. എക്കോ ചേംബറിൽ പെട്ടുപോകാനുള്ള സാധ്യത അന്ന് കുറവാണ്. ഇന്ന് പക്ഷെ അങ്ങനെയല്ല. ഇന്ന് ഈ എക്കോ ചേംബർ പെട്ടെന്ന് ആളുകൾ എക്കോ ചേംബറിലേക്ക് ആവുകയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ പറയുന്ന ഈ റീൽസ് ആയാലും ഷോർട്സ് ആയാലും അതിൻ്റെയൊക്കെ ഒരു കുഴപ്പം, നമ്മൾ കാണുന്നതിൻ്റെ സാധനങ്ങളെ നമ്മൾ വരുള്ളൂ, കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഓപ്പോസിങ് ആയിട്ടുള്ള വ്യൂസ് വരില്ല. അതൊരു പ്രശ്നമുണ്ട്. പക്ഷെ മറ്റത് അന്ന് അങ്ങനെയല്ല. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പത്രം ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ പത്രങ്ങൾ വായിക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ TV ചാനൽ നമ്മൾ കാണണം. അന്ന് ആകെ കൂടി ദൂരദർശനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ദൂരദർശനിലെ വാർത്ത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കോൺട്രവേഴ്സീസോ സാധനങ്ങളൊന്നും അതിനകത്ത് അങ്ങനെ ചർച്ചയൊന്നും ഇല്ല. അതിങ്ങനെ വരുന്നു, അത് കഴിയുമ്പോൾ ചിത്രഗീതം കാണുന്നു, കിടന്നുറങ്ങുന്നു, അല്ലല്ല, ഇത്രയേ ഉള്ളൂ അന്ന്. പക്ഷേ പിന്നെ നമ്മൾ വായിക്കും, അത് വായനശാലയിൽ പോയിട്ട് വായിക്കുക, അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ ലൈബ്രറിയിൽ നിന്ന് വായിക്കുക, അതല്ലെങ്കിൽ വീട്ടിൽ പത്രം വായിക്കുക. അപ്പോൾ അതിനകത്ത് നമ്മൾ കാണുന്നത് എന്താണ്? അപ്പോൾ നമ്മൾ ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഹിന്ദു പത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ മനോരമ, മാതൃഭൂമി, ഇതെല്ലാം മാറി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. ദേശാഭിമാനി വരുത്തിയിട്ടില്ല, പക്ഷേ മാധ്യമം അടക്കം വന്നിട്ടുണ്ട്. പക്ഷേ മാധ്യമമൊക്കെ വരാൻ ഉമ്മാക്ക് പിന്നെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. ഈ സർവീസ് വാർത്തകൾ വേണം. ഉമ്മ ഗവൺമെൻറ് ജോബിലായിരുന്നല്ലോ. അപ്പോൾ ഉമ്മ ഇങ്ങനെ നോക്കും,
ഉമ്മ നോക്കുമ്പോൾ പറയും ഇപ്പം ഈ പത്രത്തിൽ സർവീസ് വാർത്തകൾ കുറവാണ്, നമുക്ക് പത്രം ഒന്ന് മാറ്റിക്കളയാം എന്ന് പറയും. അപ്പോൾ കുറച്ച് നാൾ മാറും. പാർട്ടിയല്ല, സർവീസ് വാർത്തകൾ, ഈ ഗവൺമെന്റ് ജോബ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ വാർത്തകൾ. അല്ലല്ല, ചില പത്രങ്ങൾ ഇങ്ങനെ ഒരു പാർട്ടിയെ മാത്രം ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ആവശ്യം എന്തായിരുന്നു? ഈ വാർത്തകളായിരുന്നു. ഓക്കെ, അപ്പോൾ ഉമ്മ നോക്കുമ്പോൾ ഇതിൽ വാർത്തകൾ കുറയുന്നു. അപ്പോൾ എന്ത് ചെയ്യും? ചിലപ്പോൾ ഒരു വർഷം കഴിയുമ്പോഴോ 1.5 വർഷം 2 അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ ഇങ്ങനെ പത്രം മാറ്റും. അപ്പോൾ നമ്മളെ വീട്ടിൽ എപ്പോഴും ഒരു ഹിന്ദു അല്ലെങ്കിൽ എക്സ്പ്രസ് ഉണ്ടാവും, പിന്നെ ഒരു മലയാളം പത്രം ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഇതാണ് ഉണ്ടാവുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ജമാഅത്ത് ഇസ്ലാമിക്കാരൻ പിന്നാലെ കൂടി, മൂപ്പര് മാധ്യമം കൊണ്ടിടും. ഇപ്പോഴും മൂപ്പർ എന്നെ വിളിക്കും, ആരിഫ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും എന്നെ ഫോൺ വിളിക്കും. നമ്മളെ വീട്ടിൽ പത്രം ഇട്ടിരുന്ന ആളാണ്. മൂപ്പർക്ക് ഇപ്പോൾ കിളിയൊക്കെ പോയിട്ടിരിക്കുകയാണ്. നമ്മളെ ബിൻ ലാദന് വേണ്ടി മയ്യത്ത് നിസ്കരിച്ച പള്ളിയുടെ ആ ഭാഗത്തുള്ള ആളാണ്. നമ്മളെ ചാത്തമംഗലം ജുമാ മസ്ജിദിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്. പുള്ളി ഇപ്പോഴും എന്നെ ഫോൺ വിളിക്കും, തെറിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഈ ആ ഒരു എക്കോ ചേമ്പറിൽ പെടാനുള്ള സാധ്യത അന്ന് കുറച്ചുകൂടി കുറവായിരുന്നു. മീൻസ് ആളുകൾ അവരുടെ ദൈനംദിന ജീവിതത്തിലായിരുന്നു കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ടുണ്ടായിരുന്നത്. ഇന്ന് അങ്ങനെ അല്ല എന്നാണ്, കുട്ടികളിലേക്ക് പെട്ടെന്ന് ഈ സാധനങ്ങൾ എത്തുന്നുണ്ട്. കണ്ടിന്യൂ. ഓക്കെ, ഞാൻ പറയട്ടെ. അപ്പം ഇതിന് പിന്നില് എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോ തന്നെ മനസ്സിലായി ഇതെന്തോ ഒരു സംഭവമാണ്, ഇത് കംപ്ലീറ്റ് നമ്മളെ ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു മൂവ്മെന്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി, തോന്നി. ആൻഡ് ഓൾസോ ഞാൻ ആദ്യം തന്നെ എടുത്തു നോക്കി ഇവരുടെ ഫോളോവേഴ്സ് ആണ്. കാര്യം ഞാൻ 11th 12th ഞാൻ AI പഠിച്ച ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ആദ്യമൊക്കെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തപ്പോൾ ഭയങ്കര വണ്ടർ ആയിരുന്നു. കാര്യം എന്റെ അമ്മയും അച്ഛനും പോലും അറിഞ്ഞുകൂടാത്ത കാര്യം, എന്റെ ഫ്രണ്ട്സിന് പോലും അറിഞ്ഞുകൂടാത്ത കാര്യം, ഞാൻ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം എല്ലാം അടുത്ത് റിലേറ്റഡ് ആയിട്ടുള്ള റീലായിട്ട് വരുന്നത്. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ബ്രെയിനിനെ വരെ ഡീകോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ AI ഇപ്പൊ വളർന്നു കഴിഞ്ഞു. അപ്പൊ ഞാൻ ഈ CJP പാർട്ടിയുടെ ഫോളോവേഴ്സിനാണ് ആദ്യം എടുത്തു നോക്കിയത്. അതില് ഇപ്പൊ സാർ പറഞ്ഞതുപോലെ ഈ പാകിസ്ഥാനീസ് ഉണ്ട്, ടർക്കിയിലുള്ള ആൾക്കാരുണ്ട്, പോരാത്തതിന് ബോട്ടും ഉണ്ട്. ഇപ്പോഴ് ഈ ഒരു രാജ്യത്തിനെ തകർക്കണമെങ്കിൽ അതിന്റെ യൂത്തിനെ എടുക്കുന്നതാണല്ലോ നല്ലത്. അതിന് ഇപ്പോഴത്തെ ആൾക്കാർ യൂസ് ചെയ്യുന്ന സംഭവമാണ് ഈ ഡെത്ത് ഇന്റർനെറ്റ് തിയറി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, ഒന്ന് പറഞ്ഞു നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട്. ഈ ബോട്ട്സിനെയൊക്കെ യൂസ് ചെയ്ത് അവർ ആക്ച്വലി യഥാർത്ഥ മനുഷ്യന്മാരൊന്നും ആയിരിക്കില്ല, അവര് ജസ്റ്റ് ബോട്ട്സ് ആയിരിക്കും. അതിനെ വച്ച് നമുക്ക് സാധാരണ ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ഇപ്പൊ യൂത്ത് ഒരു സംഭവത്തിന് ഏറ്റെടുക്കണമെങ്കിൽ ആ പേഴ്സണ് പിറകെ നല്ല PR വർക്ക് വേണം. ഇതൊക്കെയാണ് എനിക്ക് മനസ്സിലായ ഒരു സംഭവം. പക്ഷേ ഈ ഡെഡ് ഇന്റർനെറ്റ് തിയറി എന്ന് പറയുന്നത് ഒരു കൺസ്പിറസി തിയറി അല്ലേ? കോൺസ്പിറസി തിയറി അല്ല. അല്ല. എന്തുകൊണ്ടാ? 100% അത് കോൺസ്പിറസി തിയറി അല്ല. വൈ എന്നൊക്കെ പറഞ്ഞാൽ തെളിവുണ്ടോ അതിന്? തെളിവ് ലൈക്ക് ഈ ഇപ്പം നമ്മുടെ ഒരു റെക്കമെൻഡേഷൻ വന്നു എന്ന് വെച്ചോ, ഇപ്പൊ നമ്മൾ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ ചിലപ്പോ 17 വർഷം മുമ്പ് ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള വീഡിയോസാ വരുന്നത്. അതൊക്കെ ആക്ച്വലി ഡെത്ത് ഇന്റർനെറ്റ് ഈ തിയറിയുടെ ഒരു പാർട്ടാണ്. സത്യത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. സപ്പോസ് അങ്ങനെ ഉണ്ടെന്ന് തന്നെ വിചാരിക്കാം. ഓക്കെ, ഞാൻ സമ്മതിക്കുകയാണെന്ന് വിചാരിക്കാം. ഇന്നിപ്പോ ഇവിടെ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം നടക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന പ്രശ്നം എന്താണ്? ഇസ്രായേൽ ഫേസ് ചെയ്ത പ്രശ്നം എന്താ? ഈ ഡിസ്ഇൻഫർമേഷൻ ഒരു വാറാണ്. PR വർക്ക്, ഡിസ്ഇൻഫർമേഷൻ. അല്ല, ഞാനിപ്പം എന്റെ കൂട്ടുകാരൊക്കെ എനിക്ക് ആദ്യം ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നം എന്താണെന്ന് അറിയത്തില്ല. അത് പോട്ടെ, അതിലേക്ക് വരാം. ഓക്കെ, അപ്പൊ ഒരു ഡിസ്ഇൻഫർമേഷൻ അവിടെ ഉണ്ടായിരുന്നല്ലോ. അതായത് തെറ്റായ വിവരങ്ങൾ കൊടുക്കുക, അതുപോലെ മനഃപൂർവ്വം അത് പ്രചരിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഈ സാധനം ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ആദ്യം ഉപയോഗിക്കേണ്ടതും അത് ഒരു വലിയ ടൂളായിട്ട് ഉപയോഗിക്കേണ്ടതും ഇസ്രായേൽ തന്നെ ആയിരിക്കണ്ടേ? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് അതിനെപ്പറ്റി അവർക്കത് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അവര് ഇപ്പോഴും ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോഴും അവരാണ് ജനോസൈഡ് നടത്തിയത്, അവരാണ് കുട്ടികളെ കൊന്നത് എന്നുള്ള ആ മണ്ടൻ സാധനങ്ങളിൽ നിന്ന് നാട്ടുകാർ മുഴുവൻ വിശ്വസിക്കുന്നത്. എന്തുകൊണ്ടാണ് അവർക്കത് ഫൈറ്റ് ചെയ്യാൻ കഴിയാതെ പോയത്? അവർക്ക് സാധിച്ചിട്ടില്ല. ഇന്ത്യക്ക് സാധിച്ചോ? ഇന്ത്യ ഇവിടെ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി നമ്മളുടെ പഹൽഗാം അറ്റാക്കിന് ശേഷം. പഹൽഗാം അറ്റാക്ക് ഇൻസൈഡർ ജോബാണ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ, അവിടെ ഫൈറ്റർ ജെറ്റ്സ് വീണു എന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ, അതുപോലെ മറ്റ് പല സംഗതികളും ഇന്ത്യക്കെതിരെയുള്ളത് ഇവിടെ പടച്ചുവിട്ടത് പല ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ കോർഡിനേറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ അതിൽ അങ്ങനെ ഒരു മാനിപ്പുലേഷനുള്ള സാധ്യത ആയിട്ട് അത് മനഃപൂർവ്വം ചെയ്യുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ പറയുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യക്ക് അതിന് അതേപോലെ ഒരു സാധനം ഇന്ത്യക്കും ചെയ്താൽ പോരായിരുന്നു.
അത് ഞാൻ ഉദ്ദേശിച്ച സംഭവം എന്ന് വെച്ചാ ഈ പറയുന്ന യുദ്ധങ്ങളൊന്നും യൂത്തിനെ അഫക്ട് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇപ്പം നമ്മളെ ഇന്ത്യയിൽ നടക്കുന്ന പല സംഭവങ്ങളും യൂത്തിനെ വളരെ അടുത്ത് അഫക്ട് ചെയ്ത ഒരു സംഭവമാണ്. അപ്പൊ അതിലാണ് ഇവർ ഇത് യൂസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയത്. ഓക്കെ, അത് മനസ്സിലായി. പക്ഷെ അതിന് വേറൊരു ചാലഞ്ച് ഉണ്ട്. ഇപ്പം ഞാൻ ഈ പറയുന്ന ഈ എന്താണ് ഇപ്പം നമ്മളെ ഇതിൽ ഇപ്പം കുട്ടി വിളിച്ച മാതിരി ഒരുപാട് ആളുകൾ വിളിക്കാറുണ്ടല്ലോ. ഇവരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. യാദൃശ്ചികമായിട്ട് ആരിഫ് സാറിൻ്റെ ഒരു വീഡിയോ കണ്ടു. ഓക്കെ, പിന്നെ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പിന്നെ എൻ്റെ ഫീഡ് മുഴുവൻ ഞാൻ പറയണ പോലെ അതുമായി കണക്ട് ചെയ്തിട്ടുള്ള സാധനങ്ങൾ വരാൻ തുടങ്ങി. അങ്ങനെയാണ് എനിക്ക് കൂടുതലിത് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാണ് എൻ്റെ പെർസെപ്ഷൻ ഇപ്പോൾ മാറി എന്ന് അവർ പറയുന്നു. ഇതൊരു ഓർഗാനിക്കായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. അത് സംഭവിക്കാം. അപ്പോൾ എൻ്റെ പണി എന്താണ്? എൻ്റെ പണി ചൂണ്ടയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഒരു എക്കോ ചേമ്പറിൽ കുടുങ്ങി കിടക്കുന്ന ഒരാളുടെ അടുത്തേക്ക് ഒരു മറിച്ചുള്ളൊരു വിവരം ആ അൽഗോരിതത്തിലേക്ക് അതൊന്ന് കണക്ട് ചെയ്യുക എന്നുള്ളതേ ഞാൻ ചെയ്യേണ്ടുള്ളൂ. ഇപ്പൊ നിങ്ങളെ വീഡിയോ കാണുന്നതിന് മുമ്പ് എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. എന്താണത്? എന്റെ തെറ്റിദ്ധാരണ എന്ന് വെച്ചാൽ മുസ്ലിങ്ങളൊക്കെ യഥാർത്ഥത്തിൽ മൈനോറിറ്റി ഗ്രൂപ്പിൽ പെട്ടവരാണ്. ആൻഡ് അവര് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഞാനൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. അതും എന്റെ അമ്മ ഒരു ഓർത്തഡോക്സിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ അമ്മ ഇങ്ങനെ പറയും, ആരെ കല്യാണം കഴിച്ചാലും മുസ്ലിങ്ങളെ കല്യാണം കഴിക്കരുത്, അങ്ങനെയൊക്കെ പറയും. ഓക്കെ, അപ്പം ഇത് പെട്ടെന്ന് കേൾക്കുന്ന ഞാൻ ഇപ്പോഴും കുട്ടിയാണ്, അപ്പോഴും ഇതേ സാധനം അന്ന് വിളിച്ചപ്പോഴും പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും എന്തിനാണ് അങ്ങനെ പറയുന്നത്, അവരൊക്കെ മനുഷ്യന്മാരല്ലേ. എന്റെ അച്ഛൻ കുറച്ച് കമ്മ്യൂണിസ്റ്റ് ആണ്. അപ്പൊ അച്ഛൻ വേറൊരു രീതിയിൽ സംസാരിക്കും. അപ്പൊ ഞാൻ നോക്കിയപ്പോ അച്ഛൻ പറയുന്നതിൽ സത്യമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അയ്യോ എന്തിനാ അങ്ങനെ പറയുന്നേ. അപ്പൊ എനിക്ക് ഇവരുടെ അടുത്തൊക്കെ ഒരു സഹതാപം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പണി കിട്ടി. പണി കിട്ടിയെന്ന് വെച്ചാ ഞാൻ ടൂറ് പോയ സമയത്ത് ഇങ്ങനെ ഒരു വാട്ടർ ഡിസ്പെൻസർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ അതേ ടൂർ കമ്പനി തന്നെ വേറൊരു ഫാമിലി, ഒരു മുസ്ലിം ഫാമിലി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരിങ്ങനെ ഈ വാട്ടർ ഡിസ്പെൻസറിൽ ഞാൻ ഇങ്ങനെ വെള്ളം കുടിക്കാൻ പോയപ്പോ ഒരു അപ്പൂപ്പൻ ഒരു ഓറഞ്ച് കളർ താടിയൊക്കെ ഉള്ള ഒരു അപ്പൂപ്പന്. ഓറഞ്ച് കളർ താടി? എന്താ പറയുക, മാത്രമുള്ള ആൾ അങ്ങനെ പറയും? അല്ലല്ല, ഓറഞ്ച് കളർ താടി, പിന്നെ വെള്ള ഡ്രസ്സൊക്കെ ഇട്ട്. മീശണ്ടോ? മീശയില്ല. അതല്ലേ ഞാൻ പറഞ്ഞു, ഓറഞ്ച് കളർ താടി മാത്രമുള്ള ആൾ. താടി മാത്രമുള്ള. അപ്പം അത് നമുക്ക് പെട്ടെന്ന് കണ്ട മുസ്ലിം ആണെന്ന് മനസ്സിലാവും. ഓറഞ്ച് താടി വെച്ച് നടക്കുന്നത്. ആ അപ്പൂപ്പൻ പെട്ടെന്ന് ഇങ്ങനെ അത് കൈ വെച്ചിട്ട് ഇങ്ങനെ തടഞ്ഞിട്ട് പറഞ്ഞു ഇപ്പൊ കുടിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതെന്താ അങ്ങനെ, ആദ്യമായിട്ടാണ് ഒരാൾ വെള്ളം കുടിക്കാൻ പറ്റൂല എന്ന് പറയുന്നത്. അപ്പൊ അയാൾ അടുത്തിരുന്ന ഒരു പയ്യന്റെ അടുത്ത്, അവരെല്ലാം ടിപ്പിക്കലി ഈ മുസ്ലിങ്ങളുടെ ഡ്രസ് ഇട്ടോണ്ട് വന്നതാ. മീൻസ് അതേ ഡ്രസ്സിങ്, മുസ്ലിംസ് ആണല്ലോ. ജുബ്ബ, മുക്കാൽ പാന്റ് അല്ല, അവര് മുണ്ടാ കൊടുത്തിരിക്കുന്നത്. അപ്പം അപ്പോഴാണ് അതിന്റെ അടുത്ത് നിന്ന് ആ പയ്യന്റെ അടുത്ത് വരിക, എന്താ ഇങ്ങനെ എന്തോ കാഫിർ വെള്ളം ഇപ്പൊ കുടിക്കണം അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഈ വാക്ക് കേൾക്കുന്നത്. ഞാൻ ഈ ക്രിസ്ത്യൻ ചർച്ചിൽ പോയിട്ടുണ്ട്, അല്ലാതെ ഹിന്ദു ടെമ്പിളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് മുസ്ലിംസിനെ പറ്റി വലുതായിട്ട് അറിയില്ല. എനിക്ക് ഇവരുടെ അടുത്ത് എക്സ്ട്രാ സഹതാപം ഉണ്ടായിരുന്നു. അപ്പൊ കാഫിർ എന്ന് പറഞ്ഞൊരു വാക്ക് ഞാൻ ഇങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടില്ല. ഞാൻ വിചാരിച്ച അറബിയിൽ എന്നെ എന്തോ പ്രശംസിക്കുകയാണ് ഇയാളെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നിട്ട് ഞാൻ പോയി യൂട്യൂബിൽ അടിച്ചൊക്കെ കാഫിർ എന്ന് പറഞ്ഞു വന്നു. പിന്നെ എന്റെ കൂടെ ചില മുസ്ലിം കുട്ടികളൊക്കെ ഉണ്ട്. അവരൊക്കെ ഇങ്ങനെ വലിയ രീതിയിൽ പ്രീച്ച് ചെയ്യും, ഖുറാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്റെ ദൈവഭാഗ്യത്തിന് എനിക്ക് അറബി അറിയാത്തോണ്ട് ഞാൻ ഇംഗ്ലീഷിൽ അത് വായിച്ചു. അതോടെ എനിക്ക് എല്ലാം മതിയായി. അതിനുശേഷമാണ് നിങ്ങളുടെ ചാനൽ എനിക്ക് കിട്ടിയതും നിങ്ങൾ സംസാരിക്കുന്ന കാര്യം. ഇപ്പം നിങ്ങളുടെ ചാനല് ഞാൻ നോക്കിയെടുത്തോളം 3 ടൈപ്പ് ആൾക്കാരാണ് കാണുന്നത്. ഒന്ന് എന്നെ പോലെ മീൻസ് കോമൺ ആയിട്ട് സംഭവങ്ങൾ അറിയാൻ വേണ്ടി കാണുന്നവര്, പിന്നെ കുറച്ച് എക്സ് മുസ്ലിംസ്, പിന്നെ കാണുന്നവര് എന്ന് വെച്ചാല് മുസ്ലിങ്ങൾക്ക് തെറി കിട്ടുന്നുണ്ടല്ലോ സന്തോഷം, അങ്ങനെ കാണുന്നുള്ളവരും ഉണ്ട്. എന്റെ ഫാമിലി തന്നെ അങ്ങനെ ഒരാളുണ്ട്. അവര് കാണുന്നത് ഞാൻ മാറി ചിന്തിക്കാൻ തുടങ്ങി. അപ്പൊ പറയല്ല, അല്ല ഇവന്മാർക്ക് 2 തെറി കിട്ടണം, ഇവന്മാര് മണ്ടേ ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പറയുന്നുണ്ട്. അല്ല, അതിൽ തെറ്റ് പറയാൻ പറ്റുമോ? കാരണം ഇപ്പം ഞാൻ അതാണ് തുടക്കത്തിൽ പറഞ്ഞത്, നമ്മളൊരു പരിപാടി ഇവിടെ പ്ലാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഓക്കെ ഇവിടെ സിനിമകൾ വരുന്നു, ക്രിസ്തു മതത്തെയും ഹിന്ദു മതത്തെയും ഒക്കെ വിമർശിക്കുന്ന സിനിമകൾ ഇവിടെ ഉണ്ട്. ഇസ്ലാമിനെ വിമർശിക്കുന്ന സിനിമകൾ ഇവിടെ ഉണ്ടായി തുടങ്ങിയോ? ഇപ്പൊ വന്നല്ലേ ഉള്ളൂ. എനിക്ക് പിന്നെ മനസ്സിലായ ഒരു കാര്യം, ഞാൻ അറിയാലോ ഞാൻ ഒരു മൈനറാണ്, എന്നാ കൂടെ എനിക്ക് എഴുത്തും വായന അറിയാന്നുള്ളത് ഞാൻ വായിച്ചെന്നെങ്കിൽ മനസ്സിലായ സംഭവം, ഇന്ത്യയില് ഒരാൾക്ക് മര്യാദയ്ക്ക് ഭരിക്കണമെങ്കിൽ മുസ്ലിങ്ങളുടെ കാല് നിൽക്കണം.
അതാണ് എനിക്ക് മനസ്സിലായത്. സത്യങ്ങളൊന്നും ഇങ്ങനെ വിളിച്ച് പറയല്ലേ. സീരിയസ്ലി. കാര്യം കുറച്ചു വർഷം മുമ്പ് ഞാൻ ഇങ്ങനെ ഈ അയ്യപ്പന്റെ അവിടെ ശബരിമല കയറുന്ന വിഷയമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ വായിച്ച സമയത്ത് ഞാൻ ഒരു പോസ്റ്റർ കണ്ടതാണ്. അയ്യപ്പന്റെ വിഗ്രഹം കിടക്കുന്നു, അതൊരു മെൻസ്ട്രൽ ഫ്ലോയിലാണ് കിടക്കുന്നത്. പക്ഷെ അന്ന് അത് തട്ടിമുട്ടിയൊക്കെയാണ് ആ കേസ് പോയത്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഖുറാനാണ് ആ രീതി കിടന്നിരുന്നെങ്കിൽ കത്തിയേനെ, കേരളം മൊത്തം കത്തിയേനെ. സത്യം. എനിക്ക് നിങ്ങൾ പറയുന്ന കുറെ സംഭവം കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു ശരിയാൾ ചുമ്മാ PR-ന് വേണ്ടി സംസാരിക്കുന്നതാണ് എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെയാണ് ഞാൻ അതിങ്ങനെ ഇങ്ങനെ ഓരോന്ന് നോക്കി പോയപ്പം നിങ്ങൾ പറയുന്ന സത്യമാണല്ലോ. എന്റെ ആദ്യം എനിക്ക് തോന്നിയത് ഇയാൾ എന്തിനാണ് ബാക്കിയുള്ള ആൾക്കാരെ മത്തിനെ കുറ്റം പറയുന്നത്. ഇയാൾ ശരിക്കും 17കാരി തന്നെയാണോ? മധുര 17കാരി തന്നെയാണോ? ഞാൻ 2008-ലാണ് ജനിച്ചത്. വർത്തമാനം കേട്ട് കഴിഞ്ഞ ഒരു 10, 25, 30 വയസ്സുള്ള ആള് പറയുന്ന മാതിരിയുള്ള കാര്യങ്ങളാണല്ലോ ഇങ്ങനെ സത്യങ്ങൾ. അത് ഞാൻ എന്റെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ പറയുമ്പോ എന്റെ അമ്മ പറയും എനിക്ക് വട്ടാണെന്ന് പറയും. ശരി, പണ്ടേ പറയാറുണ്ട്. ഇല്ല ഞാൻ അങ്ങനെ പൊതുവെ ഞാൻ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നില്ല. ഞാൻ നിങ്ങളെ നേരിട്ട് കണ്ടാൽ ഞാൻ ഇതിന്റെ പകുതി പോലും ഞാൻ സംസാരിക്കുന്നുണ്ടാവില്ല. ജെൻസി അല്ല ആക്ച്വലി. ജെൻസി അല്ല, അല്ല അങ്ങനെയല്ല. ജെൻസി എന്ന് പറഞ്ഞ കുറെ ആൾക്കാർ പറയണുണ്ട്. പക്ഷെ ജെൻസിയുടെ ഭാഗത്തും നല്ല നല്ല സംഭവങ്ങളുണ്ട്. അതൊക്കെ ഉണ്ടില്ല. പക്ഷെ അവരെ മുതലെടുക്കുന്ന കുറെ ആളുകളുണ്ട്, അവരെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അവിടെയാണ് പ്രശ്നം വരുന്നത്. സോ യു ആർ ജസ്റ്റ് ബിക്കമിങ് ദ പപ്പറ്റ് ഇൻ ദെയർ ഹാൻഡ്സ്. അതാണ് അവിടെ സംഭവിക്കുന്നത്. അതെ. ഇപ്പം നമ്മൾ ഒരു എത്ര പറഞ്ഞാലും 17 വയസ്സുള്ള അല്ലെങ്കിൽ 18 വയസ്സുള്ള ഒരു കുട്ടിയെ വേണ്ട രീതിയിൽ ഒരു നല്ലൊരു മാനിപ്പുലേറ്ററിന്റെ കയ്യിൽ കിട്ടിയ അയാൾക്ക് വേണ്ട രീതിയിൽ അയാളെ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റത്തില്ലേ? അല്ല, ഗ്ലോബൽ ടെറർ ഇൻഡെക്സ് വന്നു. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇന്ന് ഏറ്റവും കൂടുതൽ അതിനകത്ത് ടെറർ പ്ലോട്ട്സിൽ വന്നുപെടുന്നത് അഡോളസെന്റ് ഏജിലുള്ള ആളുകളാണ്. ഓക്കെ, അപ്പോൾ എന്താ കാരണം? അവരെ പെട്ടെന്ന് ഇതിലേക്ക് ആകർഷിക്കാൻ പറ്റും. അതിന് പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ബ്രോക്കൺ ഫാമിലീസ് ആണ് ഒരു റീസൺ. 2, അവർക്ക് ഉണ്ടായിട്ടുള്ള ഇതേപോലുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ അവർ ചെന്നുപെടുന്ന പിയർ ഗ്രൂപ്പ്, അതിൻ്റെ പ്രഷർ, അങ്ങനെ മറ്റു പല വിഷയങ്ങൾ. ഇതെല്ലാം കൂടി കടന്നു വരുമ്പോൾ അവരെ പെട്ടെന്ന് ഇതിലേക്ക് കൊണ്ടുവരാൻ എളുപ്പമാണ്. ഈ CJP ആദ്യം ഇങ്ങനെ ചെറിയ രീതിയിൽ വന്ന് ഇതിൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ എനിക്ക് ഉറപ്പാണ് മുസ്ലിംസ് ഇൻവോൾവ് ആവും. മുസ്ലിംസ് നല്ല രീതിക്ക് അത് ഇൻവോൾവ് ആവും. ഇപ്പൊ തന്നെ ഇൻവോൾവ് ആയി, അറിയാലോ പറഞ്ഞത്. ഈ സാധനത്തിന് ഏറ്റവും കൂടുതൽ ആംപ്ലിഫൈ ചെയ്തത് എവിടെ നിന്നുള്ള അക്കൗണ്ട്സ് ആണ്? നിലവിൽ കിട്ടിയ വിവരം പ്രകാരം അത് ഈ പാകിസ്ഥാനും ബംഗ്ലാദേശും തുർക്കിയുമാണെന്നാണ് അറിയുന്നത്. അത് വെരിഫൈഡ് ആയിട്ട് വരട്ടെ, അപ്പോൾ നമുക്ക് കാണാം. പക്ഷെ എന്നാൽ പോലും നമ്മുടെ നാട്ടിലാണെങ്കിലും അതിന് ഏറ്റവും കൂടുതൽ ആ തരത്തിലുള്ള സപ്പോർട്ട് എവിടെ നിന്നാണ് വരുന്നത്? ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സുനിത ദേവദാസ് നിങ്ങൾക്ക് അറിയുന്നല്ലേ? സുനിത ദേവദാസിന്റെ ചാനൽ അറിയില്ല? ഇല്ല ശരിക്കും അറിയില്ല? ഈ ശബ്ദം കേട്ടിട്ടുണ്ടോ? മരപ്പട്ടി. നിങ്ങളെ കോളി വിളിച്ചതാണോ? ഈ ശബ്ദം കേട്ടിട്ടില്ല? അയ്യോ, ഞാൻ കേട്ടിട്ടില്ല, സത്യത്തിൽ കേട്ടിട്ടില്ല. കേട്ടിട്ടില്ല? ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ ഏതോ വീഡിയോയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് സുനിത ദേവദാസ് എന്ന് പറഞ്ഞ മറ്റൊരു ബോക്ക് എന്ന് വെച്ചാൽ അവരുടെ മെയിൻ പണി എന്ന് പറയുന്നത് ധ്രുവരാട്ടിയുടെ വീഡിയോ മലയാളത്തിൽ പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ഒരു പരിപാടി. ഇവരുടെ ഫോളോവേഴ്സിന്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ജിഹാദികളാണ്, കാക്കമാരുടെ അതിപ്രസരാണ്. അവരെ നിങ്ങളുടെ കമന്റ് സെക്ഷൻ എടുത്ത് വായിച്ചാ പോരെ, ചിരിച്ചു മരിക്കും മനുഷ്യൻ. അതുണ്ടാവും. അല്ല, ഞാൻ പറഞ്ഞത് ഇവരുടെ രീതിയാണ് ഞാൻ പറയുന്നത്. സോ ഇവരെന്താ ചെയ്യുന്നത്? ഇവരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ, എന്നിട്ട് അവർ ആരോപിക്കുന്നത് ഞാനാണ് സൂചിപ്പിക്കാൻ പറയുന്നതെന്നാണ്. ഓക്കെ, ഏതൊരു വിഷയം നിങ്ങളെടുത്ത് നോക്കുക. അപ്പോൾ ഇതിൽ കാണുന്ന എന്താണ്? ഇപ്പോൾ ഉസ്താദുമാരെ വിമർശിക്കും, ഉസ്താദ് ഒരു തെറി പറഞ്ഞ ഉടനെ വീഡിയോ ഡിലീറ്റ് ചെയ്യും. ഇതാണ് സുനിത ദേവദാസ് ചെയ്തിട്ടുള്ളത്. അല്ല, വേറൊരു സംഭവം, ഈ എമ്പുരാൻ സിനിമ ഇറങ്ങിയില്ലേ? എമ്പുരാൻ സിനിമ ഇറങ്ങിയ സമയത്ത് ആ ബാബ ബജ്റംഗിയോ അയാളെ എല്ലാവരും ക്രിട്ടിസൈസ് ചെയ്തു. എനിക്കും അയാളെ ഇഷ്ടമൊന്നുമില്ല, അയാൾ കാണിച്ചത് വൃത്തികേടാണ്, എല്ലാം ഓക്കെ. പക്ഷെ ആ സിനിമയില് ഞാനത് കൃത്യം ആ ഡേറ്റ് മറന്നുപോയി, 2002-ലല്ലേ ഈ പ്രശ്നം നടക്കുന്നേ. അതില് അതിന്റെ തുടക്കം എന്ന് വെച്ചാല് ഇവര് ട്രെയിൻ കത്തിക്കുന്നതാണ്. അതിൽ ഹിന്ദു ഈ ഗോത്ര കലാപം അത് ആരും സംസാരിക്കുന്നില്ല. ഇത് എവിടെ നിന്നാണ് ഇനിഷ്യേറ്റ് ആയതെന്ന് ആരും സംസാരിക്കുന്നില്ല. കാര്യം അത് ഹിന്ദുക്കൾക്കെതിരെയാണ്, മറ്റേത് മുസ്ലിങ്ങൾക്കെതിരെയാണ്. ഇത് ആരും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും, ചെറിയ സംഭവങ്ങളൊന്നും, കാര്യങ്ങളൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. ഇപ്പൊ ഈ ജെൻസി ആണെങ്കിൽ പോലും ആ സിനിമ കണ്ടിട്ട് അതിന്റെ യഥാർത്ഥ കഥ എന്താണ്, അല്ലെങ്കിൽ അതിന്റെ യഥാർത്ഥ നിങ്ങളുടെ ജെൻസി ഇപ്പോ ഈ
ദുരന്തർ മൂവി അംഗീകരിക്കുന്നുണ്ടോ? അത് പ്രൊപ്പഗൻഡയാണെന്നല്ലേ അവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? അവർക്ക് എന്തെങ്കിലും കുറച്ച് സംഭവം എവിടെ നിന്നെങ്കിലും കിട്ടും, അതിനെപ്പറ്റി അങ്ങ് സംസാരിച്ച് നടക്കും. എനിക്ക് ഇസ്രായേൽ പാലസ്തീൻ സംഭവം ഇപ്പോഴും എനിക്ക് വലിയ രീതിയിൽ അറിയത്തില്ല. പക്ഷെ എന്റെ ഫ്രണ്ട്സ്, എന്റെ പത്രം പോലും വായിക്കാത്ത ഫ്രണ്ട്സ്, ഇവിടെ ഓപ്പറേഷൻ സിന്ദൂർ നടന്നിട്ട് പോലും അറിയാത്ത എന്റെ ഫ്രണ്ട്സ് ഫ്രീ പാലസ്തീൻ എന്ന് പറഞ്ഞ് കുറെ സംഭവം ഇട്ടോണ്ടിരിക്കും. എന്റെ കസിൻ സിസ്റ്റർ ഉൾപ്പെടെ ഫ്രീ പാലസ്തീൻ എന്ന് പറഞ്ഞ പോസ്റ്റ് ഒക്കെ എങ്ങനെ ചെയ്തോണ്ടിരിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ്, അപ്പം എന്റെ അടുത്ത് ചോദിക്കും ഇസ്രായേലിലെ ആൾക്കാർ മറ്റേ പാലസ്തീനിലെ കുഞ്ഞുങ്ങളോട് എന്താണ് ചെയ്യുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് ചെയ്യുന്നത്? അപ്പൊ പറഞ്ഞു അല്ല അവരെയൊക്കെ ചെയ്യുന്ന കണ്ടില്ല എന്ന് പറഞ്ഞ ഇങ്ങനെ വീഡിയോ കാണിച്ചത്. അപ്പൊ ഞാൻ ചുമ്മാ ചോദിച്ചതാണ്. ഞാൻ ചോദിച്ചു എന്നാ ഈ ഇസ്രായേലിലുള്ളവർക്ക് തിരിച്ച് അറ്റാക്ക് ഒന്നും കിട്ടൂലേ എന്ന് ചോദിച്ചപ്പോ പുള്ളിക്കാരി ഒന്ന് അതങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് എന്റെ അടുത്ത് ഇങ്ങോട്ട് ബാക്ക് ആർഗ്യൂ ചെയ്യാൻ തുടങ്ങി. അപ്പം വലിയ രീതിയിൽ ആൾക്കാർ ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങ് കേറി എടുത്തു ചാടി ചെയ്യാണ്. അത് ജെൻസി മാത്രമല്ല, മില്ലേനിയൽസ് ഉണ്ട്, ജെൻ എക്സിലുള്ള ആൾക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. ജെൻസി ഈസ് വെരി ഗുഡ്. ഇപ്പം നിങ്ങളുടെ ആശയം തന്നെ നിങ്ങൾക്ക് ജെൻസിക്ക് എന്തെങ്കിലും പരിപാടി വെക്കാം റാദർ ദാൻ ദിസ് കോയ കോളിംഗ് ഇസ് ഗ്രേറ്റ്. അല്ലാതെ നിങ്ങൾ എനിക്ക് വിളിക്കാനോ സംസാരിക്കാനോ ഒന്നും പറ്റൂലല്ലോ. പക്ഷെ നിങ്ങൾ ജെൻസികൾക്കും കൂടി കുറച്ച് ഇത് ചെയ്യണം. ഈ എസൻസ് എന്ന് പറഞ്ഞ ഒരു കാര്യം ഞാനൊരു ഓഫർ തരാം. കുട്ടിക്ക് ഈ ജെൻസി കോളിംഗിന്റെ ഒരു അവതാരകയാകാൻ പറ്റുമോ? ഇപ്പോഴല്ല, പഠിത്തമൊക്കെ ഒരു വർഷം കഴിഞ്ഞു മതിയോ? അപ്പൊ ഇയാള് ജെൻസി അല്ലല്ലോ. അതെങ്ങനെ ജെൻസി എന്ന് പറഞ്ഞ 1997 to 2012 ജെൻസി. അപ്പൊ ജോയിൻ ചെയ്യാൻ പറ്റുമോ? വൈ നോട്ട്? അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസത്തിൽ 1-2 ദിവസം അങ്ങനെ വരിക. എന്നിട്ട് ജെൻസികളെ നമുക്ക് ഇതുപോലെ ചാക്കിട്ട് പിടിക്കാം. എന്നിട്ട് അവരെ നമ്മൾ ഇതേപോലെ മൂക്ക് കൊണ്ട് ഇത്ര ഒക്കെ നമുക്ക് വരപ്പിക്കാം. എന്ത് പറയുന്നു? അങ്ങനെ നല്ല ആൾക്കാരും ഒക്കെ ഉണ്ട്. നിങ്ങള് അല്ല, നല്ല ആളുകൾ വരട്ടെ. നല്ല ഇവിടെ വന്നിട്ടുണ്ട് ജെൻസി പുലിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ടല്ലോ. പിങ്ക് യൂണിക്കോൺ കേൾക്കണ്ട. അവരാണോ? അവര് ഒരു ജെൻസിയുടെ വീഡിയോ ഇങ്ങനെ പോസ്റ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെ പിങ്ക് യൂണിക്കോൺ ജെൻസി ഒന്നുമല്ല. അവര് ജെൻസി അല്ല, അതെനിക്കറിയാം. അങ്ങനെ ഓക്കെ. അല്ല, ഞാൻ പറഞ്ഞത് നമ്മുടെ ഇവിടെ പല ആളുകൾ മുന്നേ വിളിച്ചിട്ട് ഇതേപോലെ നല്ല രീതിയിൽ സംസാരിച്ചിട്ടുള്ളത് അപ്രീഷിയേറ്റ് ചെയ്തിട്ട് തന്നെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമ്മള് ബ്ലാങ്കറ്റ് ആയിട്ട് മോശമാണെന്നല്ല കേട്ടോ നമ്മൾ പറയുന്നത്. പക്ഷേ അവരുടെ ആ ഒരു അവസ്ഥയെ മുതലെടുക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അവരെ ചാക്കിട്ട് പിടിക്കുന്നു. ഇതേപോലുള്ള സംഗതികൾക്ക് ഒരു കുഴപ്പമുണ്ടാക്കുന്ന ആ ആളുകളുടെ രൂപത്തിലേക്ക് അവർ മാറ്റുകയാണ്. എന്ന് വെച്ചാൽ പണ്ടൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ഇടികൂടാൻ കുറേ ആളുകൾ കിട്ടുമായിരുന്നു. ഇന്ന് അത് കിട്ടുന്നില്ല. പകരം അവർ റിക്രൂട്ട് ചെയ്യുന്നത് ഇതേപോലുള്ള ജെൻസി പിള്ളേരെയാണെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അല്ല, ഇപ്പം എന്റെ അച്ഛന് ഏറെക്കുറെ 50 വയസ്സ് അടുപ്പിച്ചായി. അപ്പൊ അച്ഛൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്റെ അച്ഛൻ 10th വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ 8th സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ് ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം അങ്ങനത്തെ ഒരു സംഭവമില്ലേ, അപ്പോഴീ SFIO ഈ സംഭവത്തില് തന്നെ ഈ കമ്മ്യൂണിസ്റ്റിന്റെ സംഭവമില്ലേ, ഇതില് അച്ഛൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പോഴും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇപ്പം സംഭവിച്ച ഡിഫോൾട്ടും കാര്യങ്ങളും ഒക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ അച്ഛൻ അതിനെയൊക്കെ വളരെ നോർമലൈസ് ചെയ്ത് സംസാരിക്കണം. അങ്ങനെയല്ല, നമ്മളെ പാർട്ടി ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെയല്ല, നമ്മൾ മനസ്സിലാക്കണം, ചുമ്മാ തൊടാതെ വിഴുങ്ങരുത്. കാര്യം അച്ഛൻ യങ്സ്റ്റർ ആയിരുന്ന സമയത്ത് ആ ഒരു പവർ കിട്ടിയ അല്ലെങ്കിൽ ആ ഒരു സംഭവം കിട്ടിയത് ആ പാർട്ടിയുടെ ഓരോരോ സംഭവം ഓരോ വായിച്ചതിന്നും. അച്ഛൻ ഇത് കേൾക്കൂല. ഇപ്പൊ കേൾക്കുന്നുണ്ടോന്നോ? ഇപ്പോഴല്ല, പബ്ലിക്കായിട്ട് ഇത് വരുമ്പോ കേൾക്കോ? കേട്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇല്ല. കേൾക്കാൻ സാധ്യതയുണ്ടോ? കേൾക്കാൻ സാധ്യത ഉണ്ട്. ഇല്ല, സാധ്യത കുറവാണ്. കേൾപ്പിക്കണ്ട. അങ്ങനെയാണെങ്കിൽ കേട്ടാലും കുഴപ്പമൊന്നുമില്ല. അച്ഛൻ കേൾക്കട്ടെ. അച്ഛൻ്റെ മകള് അച്ഛന് സമ്മാനിക്കുന്ന ഈ ഒരു അഭിമാനം കൊള്ളട്ടെ. അതല്ലേ വേണ്ടത്. നല്ല അഭിമാനമാണ്. അഭിമാനമാണ്. നല്ല രീതിയിൽ സംസാരിക്കുന്നു, നല്ല രീതിയിൽ കാര്യങ്ങൾ പറയുന്നു, കാണാനുള്ള ഒരു കാഴ്ചപ്പാട്, ഇതൊക്കെ നമ്മളൊക്കെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ്. ഈ രീതിയിൽ അനാലിറ്റിക്കലായിട്ട് ചിന്തിക്കാൻ കഴിയണം ഓരോ വിഷയം. നിങ്ങൾക്ക് തെറ്റൊക്കെ പറ്റാതെ നമുക്കും പറ്റും, നിങ്ങൾക്കും പറ്റും. പക്ഷേ നമ്മളപ്പോഴും അതിൽ നിന്ന് കയറാൻ നമുക്ക് സാധിക്കണം. അത് ആ ഒരു കഴിവാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അന്വേഷിക്കാനുള്ളൊരു ത്വര, അതാണ് പ്രധാനം. അതായത് സ്പിരിറ്റ് ഓഫ് എൻക്വയറി അതുണ്ട്. അതാണല്ലോ നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് 51AH.
അത് നമ്മൾ ചെയ്യാം. സോ കീപ് ഇറ്റ് അപ്പ്. ഓക്കെ, സോ അത് നല്ലൊരു മാതൃകയാണ്. ബാക്കി ജൻസി പിള്ളേരൊക്കെ കണ്ടുപിടിക്കട്ടെ, എന്തെങ്കിലും പറയുമ്പോഴേക്കും അതിൻ്റെ പിന്നാലെ ചാടി കയറി വാലും തൂങ്ങി പോകാതിരിക്കട്ടെ എന്നുള്ളതാണ്. സോ കീപ് ഇറ്റ് അപ്പ്. ഓക്കെ, അപ്പോൾ താങ്ക് യു. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.